എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, 4 കോഴിമുട്ട. അത് നമുക്ക് വെള്ളയും മഞ്ഞയും വേർതിരിച്ചിട്ട് എടുക്കാം. വെള്ള നന്നായി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് എടുത്ത് നല്ല കട്ടിയാവണ വരെ നമുക്കത് ബീറ്റ് ചെയ്യാം. നല്ല നന്നായി കട്ടിയാവണ വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കും ലാസ്റ്റ് നമുക്കത് കിട്ടുമ്പോൾ. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ബീറ്റ് ചെയ്യാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തത്. ഇനി അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർക്കാം. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ 1/2 കപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളത് നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചുള്ള ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് ഈ അരിച്ച് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായി ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ വല്ലാതെ കട്ടയാവും. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം നമ്മളിങ്ങനെ യോജിപ്പിക്കാൻ പാടുള്ളൂ. അതും സോഫ്റ്റായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. കേക്കിന് ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഷേപ്പ് ചെയ്തിട്ട് അടിയിൽ വെച്ചിട്ടുണ്ട്. അതിലുമേ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞാൻ ഓവനിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓവൻ. ഇനി നമുക്ക് പാത്രം ഒന്ന് തട്ടി കൊടുക്കാം. എയർ എങ്ങനെയും കടന്നിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ അത് വിണ്ട് വരും കേക്ക്. ഇനി ഒന്നും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യൂ നട്ട് എടുത്തിട്ട് റൗണ്ടിൽ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്ക് നമുക്ക് ഡിസൈൻ ചെറുതായി ഉണ്ടാക്കാൻ വേണമെങ്കിൽ അതിന് വേണ്ടി കുറച്ച് കോഫി പൗഡർ, നുള്ളു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിക്ക് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആക്കി കൊടുക്കാം. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു. പക്ഷെ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഡിസൈനായിട്ട് വരും അത്. ഇപ്പോൾ എല്ലാം ശരി തയ്യാറായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായി വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓവനിൽ വെച്ചു. ഒരു 30-35 ഡിഗ്രി മിനിറ്റ് വരെ വെക്കണം. ഞാൻ 35-40 മിനിറ്റ് വരെ വയ്ക്കാം. അത് ഓരോ ഓവനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ കേക്ക് തയ്യാറായി കഴിഞ്ഞു. നന്നായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് കളയാം. ശരിക്ക് നിവർത്തി വേറെ നല്ല സൈഡ് വെച്ചു. ഇപ്പോൾ കേക്ക് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും
ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ടും വേണമെങ്കിൽ